श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ സാകേതം എന്ന രാമായണ പുണ്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. രാമായണത്തിൻ്റെ ഓരോ കാണ്ഡങ്ങളും ഓരോരോ തത്വങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബാലകാണ്ഡത്തിൻ്റെ തത്വം ഗുരുകൃപാ കടാക്ഷം ഉണ്ടാകും എന്നതാണ്. ആ ഗുരുകൃപാ കടാക്ഷം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ അനായാസമായും ഏത് വിജയം നമുക്ക് കരഗതമാക്കാൻ കഴിയും. ബാലകാണ്ഡത്തിലാണ് വിശ്വാമിത്രൻ എന്ന ഗുരു വരുന്നത്. ആ വിശ്വാമിത്ര ഗുരുവിൽ നിന്നാണ് രാമൻ 52ഓളം ദിവ്യാസ്ത്രങ്ങൾ പഠിക്കുന്നത്, അതിൻ്റെ പ്രതിസംഹരണ വിദ്യ പഠിക്കുന്നത്. ആ ഗുരുവാണ് സീതയെ കൊണ്ട് രാമനെ വിവാഹം കഴിപ്പിക്കുന്നത്. അപ്പം ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നേടി മുന്നോട്ട് പോകാൻ ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകണം. അതാണ് രാമായണത്തിൻ്റെ ബാലകാണ്ഡം പഠിപ്പിക്കുന്ന തത്വം. രണ്ടാമത്തെ അയോധ്യാകാണ്ഡത്തിൽ എന്താണ് അയോധ്യാകാണ്ഡം നൽകുന്ന പാഠം? സ്ത്രീയോടും നായാട്ടിനോടും അമിതമായ ആവേശമോ താല്പര്യമോ ഉണ്ടാകരുത്. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇത് രണ്ടും ഉണ്ടായൊരു രാജാവാണ് അന്ന് രാജ്യം ഭരിക്കുന്നത്, അയോധ്യ ഭരിക്കുന്നത്. ആ രാജാവിൻ്റെ പേര് ദശരഥൻ എന്നാണ്. ദശരഥൻ രാജകുമാരനായിരിക്കുന്ന സമയത്ത് അസമയത്ത് നായാട്ട് നടത്തി. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു ദുരന്തമായി. അത് ആ ഭാഗം അയോധ്യാകാണ്ഡത്തിൽ വരുന്നുണ്ട്. ഒരിക്കൽ സന്ധ്യാസമയത്ത് ദശരഥൻ നായാട്ടിന് പോയി. ഒരിക്കലും സന്ധ്യാസമയത്ത് നായാട്ട് പാടില്ല. ചില കാര്യങ്ങൾ നമ്മുടെ പൂർവികന്മാർ ആവാം എന്നും അരുത് എന്നും പഠിപ്പിക്കും. അരുത് എന്ന് പഠിപ്പിച്ച അതിലൊന്നാണ് സന്ധ്യക്ക് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ഇത് അറിയുന്ന ആളാണ് ദശരഥൻ. എന്നിട്ടും സന്ധ്യക്ക് നായാട്ടിന് പോയി. രണ്ടാമത് ദശരഥൻ പഠിച്ച പാടാണ് സാധുമൃഗങ്ങളെ നായാടരുത്. വന്യതയുള്ള ക്രൂരമൃഗങ്ങളെ മാത്രമേ വേട്ടയാടാൻ പാടുള്ളൂ. ആന വെള്ളം കുടിക്കുന്ന ശബ്ദം കേട്ട് ആനയെ ലക്ഷ്യമാക്കി അമ്പെയ്തതിൽ ഒരു പിഴ ദശരഥന് പറ്റി. ഈ ദശരഥൻ ശബ്ദവേദിനി എന്ന ഒരു വിദ്യ അറിയുന്ന ആളാണ്. ശബ്ദവേദിനി എന്ന് പറഞ്ഞാൽ ശബ്ദത്തെ അറിഞ്ഞ് അവിടേക്ക് അസ്ത്രം ഭേദിച്ച് ആ ജീവിയെ കൊല്ലാനുള്ള കഴിവ്. ആന വെള്ളം കുടിക്കുന്നതാണെന്ന് കേട്ടപ്പോൾ പിഴ പറ്റി. അസമയത്ത് ചെയ്യുന്ന ഏത് കാര്യവും പിഴക്കും. ആ അമ്പ് പോയി തറച്ചത് ആനയുടെ ഉദരത്തിലല്ല, ഒരു ശ്രവണകുമാരൻ എന്ന മുനിയുടെ നെഞ്ചിലാണ്. ആ മുനികുമാരൻ അന്ധനായ അന്ധരായവർക്ക് വെള്ളം സന്ധ്യാപൂജക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. അവൻ ആ നെഞ്ചിൽ അമ്പേറ്റ് പെട്ടഞ്ഞ് മരിച്ചു. വലിയൊരു അപരാധമാണ് ഒരു മുനികുമാരൻ്റെ മരണം. അവനെയും കൊണ്ട് ഈ അച്ഛനമ്മമാരുടെ അടുത്തെത്തിയപ്പോൾ അവൻ്റെ ചിതകൂട്ടി ദഹിപ്പിക്കുന്ന സമയത്ത് അന്ധരായ മുനിമാറും ഈ ദശരഥനെ ശമിച്ചു. അവസാന കാലത്ത് നീയും മക്കളുടെ ദുഃഖം കൊണ്ട് ഹൃദയം പൊട്ടി മരിക്കട്ടെ എന്ന്. ഒടുവിൽ ദശരഥന് സംഭവിക്കുന്നത് അതാണ്. അതോടൊപ്പം പഠിപ്പിക്കുന്നത് എന്താണ് അയോധ്യാകാണ്ഡം? സ്ത്രീകളിൽ അധികമായി അഭിരമിക്കരുത്. 3 ഭാര്യമാരുണ്ടായിട്ടും ദശരഥൻ കൈകേയിയിൽ അമിതമായ ആസക്തി കാണിച്ചു. ആ കൈകേയിയെ കൊണ്ട് തന്നെ ദശരഥന് മഹാദുരന്തം സംഭവിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ കാണ്ഡം പഠിപ്പിക്കുന്ന പാഠം. മൂന്നാമത്തെ കാണ്ഡമായ ആരണ്യകാണ്ഡത്തിൽ എന്താണ് തത്വം? ജീവിതത്തിൽ ശ്രേയസ് ആഗ്രഹിക്കുന്നവർ ദുർജനങ്ങളെ വർജിക്കണം. ആരണ്യകാണ്ഡത്തിലൂടെയാണ് രാമൻ്റെ 13 വർഷം കടന്നു പോകുന്നത്. ആ കാട് മുഴുവൻ രാക്ഷസന്മാരും അസുരന്മാരും ദുർജനങ്ങളും നിറഞ്ഞതാണ്. രാമൻ ഒരിക്കലും ഈ 13 വർഷം ഈ ദുഷ്ടരുമായിട്ട് യാതൊരു സന്ധിയിലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജീവിതത്തിൽ നമുക്ക് വർത്തമാനകാലത്തിലും നോക്കാം, ആധുനിക കാലത്തും ഒരുപാട് വ്യക്തികൾ ഇത്തരം ദുഷിച്ച കൂട്ടുകെട്ടിൽ തകർന്നു പോയിട്ടുണ്ട്. അങ്ങനെ ആകരുത് എന്ന് രാമായണത്തിലെ ആരണ്യകാണ്ഡം നമ്മളെ പഠിപ്പിക്കുന്നു. 4ാമത്തെ കാണ്ഡമാണ് കിഷ്കിന്ധാകാണ്ഡം. എന്താണ് കിഷ്കിന്ധാകാണ്ഡത്തിൻ്റെ പാഠം?
ധർമ്മനിഷ്ഠന്മാർക്ക് പ്രകൃതിയും കൂട്ട് ഉണ്ടാകും. അവിടെയാണല്ലോ വാനരന്മാരെ നമ്മൾ കാണുന്നത്. മനുഷ്യനായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും അനേക ലക്ഷം വാനരന്മാർ രാമകാര്യത്തിന്, സീതാന്വേഷണത്തിന്, ഒരുപക്ഷെ രാമരാവണ യുദ്ധത്തിനും കണ്ടുമുട്ടുന്നതും വരുന്നതും ഈ 4-ാമത്തെ കാണ്ഡമായ സ്കന്ധാകാന്ഡാണ്. അതായത് ധർമ്മമാർഗത്തിന് മുന്നോട്ട് പോകുന്നവർക്ക് പ്രകൃതി തന്നെ തുണയായിട്ട് വരും. 5-ാമത്തെ കാണ്ഡാണ് സുന്ദരകാന്ഡം. ഹനുമാൻ്റെ എന്ന ഒരു വ്യക്തിയുടേതായി വേണമെങ്കിൽ ആ 1.5 ദിവസത്തെ സംഭവത്തെ വ്യാഖ്യാനിക്കാം. എന്താണ് സുന്ദരകാന്ഡത്തിൻ്റെ തത്വം? മഹാകാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെടുന്നവർക്ക് എത്ര തന്നെ പ്രതിബന്ധങ്ങളുണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും ആത്യന്തികമായ വിജയമുണ്ടാകും. അതുകൊണ്ടാണ് ഹനുമാൻ ലങ്ക കടക്കുന്ന സമയത്ത് പലരും മൈനാകവും സുരസിയൊക്കെ വന്നപ്പോഴും ഞാൻ രാമകാര്യത്തിന് പോവുകയാണ്, അതിനിടയിൽ ഒരു സൽക്കാരത്തിനും ഞാൻ വഴി നിൽക്കില്ല. അപ്പോൾ മഹാകാര്യത്തിന് പുറപ്പെടുന്നവർക്ക് തടസ്സങ്ങളുണ്ടായാൽ, അവിടെ പ്രതിബന്ധങ്ങളുണ്ടായാൽ തകർന്ന് വീഴരുത്, ലക്ഷ്യപ്രാപ്തിയിലേക്ക് മുന്നേറണം, അവർക്കുള്ളതാണ് ജീവിത വിജയമെന്ന് ഈ സുന്ദരകാന്ഡം പഠിപ്പിക്കുന്നു. ഒടുവിലത്തെ യുദ്ധകാന്ഡം ധർമ്മനിഷ്ഠർക്ക്. അവിടെയാണല്ലോ യുദ്ധകാന്ഡത്തിലാണ് രാമരാവണ യുദ്ധം വരുന്നത്. 22.5 ദിവസത്തെ യുദ്ധം. രാമൻ മനുഷ്യനാണ്, രാവണൻ അതീവ പ്രതാപശാലിയാണ്. പക്ഷെ രാമനാണ് വിജയമുണ്ടായത്. അതിൻ്റെ അർത്ഥം യഥാർത്ഥ ധർമ്മവിഗ്രഹന്മാർക്ക് ഈശ്വരാനുഗ്രഹമുണ്ടാകും. ഇതാണ് രാമായണത്തിൻ്റെ ഓരോ കാണ്ഡങ്ങളും നൽകുന്ന തത്വം. ഇനി രാമായണത്തിൻ്റെ പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. യാത്ര എങ്ങനെ, ഓരോ വർഷവും ഏതൊക്കെ കാണ്ഡങ്ങളിലൂടെ കടന്നു പോകുന്നു. ബാലകാന്ഡം 12 വർഷത്തെ രാമൻ്റെ ജീവിതത്തിൻ്റെ കഥയാണ്. അയോധ്യാകാന്ഡം 12 കൊല്ലവും 40 ദിവസവും നീണ്ടു നിൽക്കുന്നതാണ് അയോധ്യാകാന്ഡം. അപ്പോഴേക്ക് രാമൻ 24 വയസ്സായി. 24-ാമത്തെ വയസ്സിലാണ് ശ്രീരാമൻ കാട്ടിലേക്ക് ആരണ്യകാന്ഡത്തിൽ എന്ന 3-ാം അധ്യായത്തിലേക്ക് പോകുന്നത്. ആരണ്യകാന്ഡം 10 കൊല്ലം ശ്രീരാമൻ ചിത്രകൂടത്തിലാണ് കഴിഞ്ഞത്. സീതയും ലക്ഷ്മണനും കൂടി ചിത്രകൂട പർവ്വതത്തിൽ. പിന്നീട് 2 കൊല്ലം ശ്രീരാമൻ സുധീഷ്ണ മഹർഷിയുടെ ആശ്രമ പരിസരത്ത് താമസിച്ചു. ഒടുവിലത്തെ 1 കൊല്ലമാണ് പഞ്ചവടിയിൽ കഴിഞ്ഞത്. ആ പഞ്ചവടിയിൽ വെച്ചാണ് സീതാപഹരണാദി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോഴേക്കും ശ്രീരാമന് 36 വയസ്സായി. കിഷ്കിന്ധാകാന്ഡം അതിൻ്റെ കാലപരിധി 8 മാസവും 12 ദിവസവുമാണ്. സുന്ദരകാന്ഡത്തിന് വെറും 1.5 ദിവസത്തെ പരിപാടിയാണ്. ഹനുമാൻ ലങ്കയിലേക്ക് പോയി സീതയെ കണ്ട് രാവണനെ കണ്ട് ലങ്ക ദഹിപ്പിച്ച് തിരിച്ചു വരുന്ന സമയം 1.5 ദിവസത്തെ കഥയാണ്. യുദ്ധകാന്ഡം 22.5 ദിവസത്തെ ജീവിതത്തിൻ്റെ സംഭവങ്ങളാണ്. ഇങ്ങനെ രാമായണ പഠനത്തിലൂടെ യഥാർത്ഥ ജീവിതത്തിൻ്റെ സകലമാന കാലഘട്ടങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. രാമായണം നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ 2 അവസ്ഥകളുണ്ട് രാമന്. ഒന്ന് ഈശ്വരത്വം, ദൈവത്വമുണ്ട്, മനുഷ്യത്വമുണ്ട്. ദൈവത്വമുള്ള രാമൻ ചില അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു. അതിലൊന്നാണ് അഹല്യാമോക്ഷം. അഹല്യ അനേക കാലം പൊടിയും കാറ്റും മഞ്ഞും വെയിലും മഴയും കൊണ്ട് ശാപം കൊണ്ട് കിടക്കുകയാണ്. ത്രേതായുഗത്തിൽ രാമൻ ഇതുവഴി വരുമെന്നാണ് ഭർത്താവായ ഗൗതമൻ പറഞ്ഞത്. ആ രാമൻ വിശ്വാമിത്രൻ്റെ കൂടെ ആ അഹല്യയുടെ ആശ്രമത്തിലെത്തിയ സമയത്താണ് അഹല്യ ആ പൊടി ഏറ്റ് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചിതയാകുന്നത്. അത് രാമൻ്റെ ഒരു ദേവത്വത്തെയാണ് കാണിക്കുന്നത്. ഖരദൂഷണ തൃശ്ശിരസാദികളെ 3.25 നാഴിക കൊണ്ട് വധിച്ചത് രാമനിലെ ദൈവത്വം അല്ലെങ്കിൽ ദൈവികതയെ നമുക്ക് കാണാൻ കഴിയും. രാവണവധവും ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും ഈ ലോകം പ്രപഞ്ചം മുഴുവൻ വിറപ്പിച്ച ഒരു ദശാസനനെ അല്ലെങ്കിൽ ദശമുഖനെ രാക്ഷസ രാജാവിനെ വധിക്കാൻ കഴിയില്ല. ഒരു സാധാരണ മനുഷ്യന് കഴിയില്ല. പക്ഷെ രാമൻ അത് കഴിഞ്ഞത് രാമനിലെ ദേവത്വമാണ്. ഇനി രാമനിൽ അനേക സന്ദർഭങ്ങളിൽ മനുഷ്യത്വം കാണാം. മനുഷ്യനെ പോലുള്ള രാമനെ കാണാം. സീതയെ കാണാതായപ്പോൾ കരഞ്ഞ് വിലപിച്ച് നിലവിളിച്ച് നടക്കുന്ന രാമൻ ഒരു സാധാരണ മനുഷ്യനാണ്. സീതാവിരഹ സമയത്തൊക്കെ
അതുപോലെ സരയൂ തീരത്ത് വിശ്വാമിത്രൻ്റെ കൂടെ വന്ന് അവിടെ കിടക്കുന്നതും വിശ്വാമിത്രനോട് ഓരോരോ കാര്യങ്ങൾ ഒരു ജിജ്ഞാസുവായ കുട്ടിയെപ്പോലെ ചോദിക്കുന്നതൊക്കെ രാമനിലെ അനേക സന്ദർഭങ്ങളിൽ മനുഷ്യത്വമുണ്ട്. അമ്മയോട് യാത്ര പറഞ്ഞു പോകുന്ന സമയം ലക്ഷ്മണനോട് ചില സന്ദർഭങ്ങളിലുള്ള പെരുമാറ്റമൊക്കെ രാമനിലെ മനുഷ്യത്വമാണ്. ഒരു 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 എല്ലാ അർത്ഥത്തിലും അങ്ങനെ രാമായണം. ഒരു പ്രധാന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ പറയാം. ഒരു രാജകൽപ്പനയിലാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഈ രാമായണം പാരായണം തുടങ്ങിയത്. അത് ചെയ്തത് അമ്പലപ്പുഴ രാജാവായ ദേവനാരായണനാണ്. അദ്ദേഹത്തിന് മേൽപ്പത്തൂർ അവിടെയുള്ള സമയത്ത് ഒരു രാമായണം, അത് തെലുങ്ക് രാമായണമാണെന്നും സംസ്കൃത രാമായണം അധ്യാത്മ രാമായണമാണെന്നും പറയുന്നു. അപ്പോഴവിടെ ഉണ്ടായിരുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന് ഈ സംസ്കൃത അധ്യാത്മ രാമായണം കൊടുത്ത് അത് ശുദ്ധ മലയാളത്തിൽ എഴുതണമെന്ന് രാജാവ് ആവശ്യപ്പെടുകയും അങ്ങനെയാണ് അധ്യാത്മ രാമായണം ഉണ്ടായതെന്നും പറയുന്നു. ഈ എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മ രാമായണത്തിൻ്റെ 100 കോപ്പി എഴുതി, അന്ന് പ്രിൻറ്റിങ് മീഡിയൊന്നും ഇല്ലാത്ത കാലത്താണ്. കൈയെഴുത്തായി 100 കോപ്പി ഉണ്ടാക്കി തെരഞ്ഞെടുത്ത 100 വീടുകളിൽ രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് വിതരണം ചെയ്തു. ആ 100 വീട്ടുകാരോട് ഈ രാമായണം കർക്കിടക മാസം മുഴുവൻ 31 ദിവസം ചൊല്ലാനും പറഞ്ഞു. അങ്ങനെ ആയിരിക്കാം കർക്കിടക മാസം രാമായണ മാസമായത്, രാമായണം ചൊല്ലാൻ തുടങ്ങിയത്. നമുക്ക് കണ്ണൂരുള്ള നമുക്ക് ചെറുശ്ശേരിയെക്കുറിച്ച് പറയുമ്പോഴും കൃഷ്ണഗാഥ എഴുതിയിട്ട് കോലത്തിരിക്ക് സമ്മാനിച്ചു. കൃഷ്ണഭക്തനായ കോലത്തിരി എന്താണ് ഇതിന് സമ്മാനം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഈ കൃഷ്ണഗാഥ ചിങ്ങമാസത്തിൽ എല്ലാ വീടുകളിലും ചൊല്ലാൻ തിരുവുള്ളം ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ 2 മഹനീയ ഗ്രന്ഥങ്ങളായ രാമായണവും അതുപോലെ കൃഷ്ണഗാഥയും ശാസനപ്രകാരമാണ് ജനങ്ങളിലേക്ക്, ഒരുപക്ഷെ ലോകത്തിലും ഇങ്ങനെ ഒരു ഉത്തരവ്, ഒരു രാജാവ് ഗ്രന്ഥങ്ങൾ വായിച്ച് അതിന് പ്രചാരം കൊടുക്കുന്നത് ഒരു മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ മാത്രം അഭിമാനമായിരിക്കാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.